ഹലോ മിഗൂസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ദേ ഇന്ന് നമ്മളൊന്ന് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ. വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന പാർവതി ദേവിയെ കാണാൻ പോവാണ്. അപ്പോൾ ഞാനും ഏട്ടനും കുഞ്ഞുമാവയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് നാളായിട്ട് ഒരു 10-12 വർഷമായിട്ട് അടുപ്പിച്ച് പോവാറുണ്ട്. അതിനകത്ത് ഇപ്പോൾ 2 വർഷം കുഞ്ഞിൻ്റെ ഡെലിവറിയൊക്കെ ആയിട്ട് 2 വർഷം എനിക്ക് പോകാൻ പറ്റില്ല, കൊറോണയുടെ ടൈമൊക്കെ ആയപ്പോൾ. അപ്പോൾ കഴിഞ്ഞ വർഷം പോയായിരുന്നു. അപ്പോൾ ദേ ഈ വർഷവും പോവുകയാണ്. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോയത്. ജനുവരി 11, 12 ആ ഒരു ടൈമിൽ തന്നെ അടയ്ക്കണ ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ തിരക്കുണ്ടായിരുന്നു, പക്ഷേ നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അകത്ത് അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അമ്പലത്തിൻ്റെ ആ ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോസിൽ ഞാൻ പറയണത്. അപ്പോൾ എനിക്കറിയാവുന്ന ഈ അമ്പലത്തിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശിവപാർവതി ക്ഷേത്രമാണ് നമ്മുടെ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൽ ശിവൻ്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയാണുള്ളത്. അതും വിപരീത ദിശയിലേക്കാണ് 2 പ്രതിഷ്ഠയും ഇരിക്കുന്നത്. അതായത് ശിവൻ്റെ കിഴക്കോട്ടും പാർവതിയുടെ പടിഞ്ഞാറേ സൈഡിലേക്കുമാണ് ഇരിക്കുന്നത്. പിന്നെ വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ദേവിയുടെ ശ്രീകോവിൽ തുറക്കുള്ളൂ. അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. നടതുറപ്പ് മഹോത്സവം എല്ലാ വർഷവും മലയാള മാസം ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തുറക്കും. എന്നിട്ട് 12 ദിവസം കഴിഞ്ഞിട്ട് നട അടയ്ക്കും. ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ഞാൻ കല്യാണം കഴിയണേക്ക് മുമ്പേ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയൊക്കെ സ്ഥിരം എല്ലാ കൊല്ലവും മാക്സിമം ഞങ്ങൾ പോവാറുണ്ട്. അപ്പം അന്നൊക്കെ വെച്ചാൽ നല്ല തിരക്കായിരിക്കും. എന്നൊന്നും ഈ ഓൺലൈൻ ക്യൂ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോഴാണല്ലോ വെർച്വൽ ക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ നല്ല തിരക്കുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്നാലും നമുക്ക് തിരക്കുണ്ടായിരുന്നു, എന്നാലും സുഖമായിട്ട് തൊഴാൻ പറ്റി. അപ്പോൾ കുഞ്ഞിനാണെങ്കിലും ഒരുപാട് കളിപ്പാട്ട കടകളും ഒരുപാട് സ്പേസ് ഉണ്ട്. ഒരുപാട് കടകൾ, അത്യാവശ്യം വില കുറവാണ്. പുറത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 10 രൂപയുടെ 20 രൂപയുടെ കടകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലത്തിൽ എടുത്തു പറയേണ്ട കാര്യം, എനിക്കിഷ്ടപ്പെട്ട കാര്യം ബലിക്കൽപുര എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെ. അതായത് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ. നമ്മുടെ രാമായണം മുഴുവനായിട്ട് ഈ ബലിക്കൽപുരയിൽ കൊത്തി വെച്ചിട്ടുണ്ട് മുകളിലായിട്ട്. അത് നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല പറയാൻ. പറയപ്പെട്ട പന്തീരുകുലത്തിൻ്റെ പെരുന്തച്ഛനാണ് കേട്ടോ ഇതിൻ്റെ ശില്പി. രാമായണത്തിലെ ഓരോ സ്റ്റോറി, അതായത് രാമായണം തുടക്കം തൊട്ട് അവസാനം വരെ ഇത് നല്ല ഭംഗിയായിട്ട് അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് അതിലെ കളേഴ്സ്, അതായത് ഈ സ്റ്റോറി മൊത്തം ചെയ്തേക്കണ കളറുകൾ ഈ പഴച്ചാറുകളും അതേപോലെ തന്നെ പ്രകൃതിദത്ത വർണ്ണങ്ങളുമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തേക്കണം. അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ കാണാൻ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. തിരക്കിൻ്റെ ഇടയിൽ ചിലവർ ഒന്നും അതൊക്കെ മിസ് ചെയ്യാറുണ്ട്. പക്ഷേ നല്ലൊരു ഏരിയ ആണ് കേട്ടോ നമുക്ക് കണ്ടിരിക്കാൻ. അത് രാമായണത്തിൻ്റെ സ്റ്റോറി മാത്രമല്ല, പല ദൈവങ്ങളുടെയും പല ഭഗവാന്റെയും ഭഗവതിയുടെയും ഒക്കെ നല്ല ഭംഗിയിലുള്ള ശില്പങ്ങൾ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ തൊഴുതൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് കടകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ കടയിലും കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുഞ്ഞിന് കളിപ്പാട്ടം വാങ്ങിച്ചു, അപ്പൂനും അമ്മൂനും ആണെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു, എനിക്കും വാങ്ങിച്ചു. അങ്ങനെ എല്ലാവർക്കും ചെറിയ സാധനങ്ങൾ, വലിയ ഗ്രാൻഡായിട്ടുള്ള പൈസയുടെ ഒന്നും അല്ലെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ ഈ വഴി പോണത് അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ നടത്തുറപ്പിനൊന്നും പോവാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പോവുക. അതേപോലെ തന്നെ വിവാഹം നടക്കാത്തവർ, കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ശരിയാവാത്തവർ, അല്ലെങ്കിൽ ലവ് മാരേജ് ആണ്, നമുക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കണമെങ്കിൽ ഒക്കെ ദേവിനോട് പ്രാർത്ഥിച്ചാൽ മതി, എന്തായാലും സാധിക്കും. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വേഗം തന്നെ ഇറങ്ങി, അധികം ലേറ്റ് ആയില്ല. രാത്രി എന്നാലും എത്തിയപ്പോൾ ഒരു 10-11 മണി അടുപ്പിച്ചായിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ചെറിയ വീഡിയോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കറിയാം ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ 4-5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എനിക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പറഞ്ഞു തന്നാൽ മാത്രമാണ് എനിക്ക് അതിൻ്റെ മിസ്റ്റേക്ക് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് വഴി എൻ്റെ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. ബൈ.